ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ദേവയാനി ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്, മെസ്സേജ് വല്ലതും വന്നോന്ന്. എന്താ മെസ്സേജ് ഒന്നും വരാത്തെന്ന് മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ചെക്ക് കൊണ്ട് ബാങ്കിൽ കൊടുത്തിരുന്നെങ്കിൽ അന്നേരം പണം ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ മെസ്സേജ് വരേണ്ടതല്ലേ. ഇതുവരെ അത് വന്നില്ലല്ലോ. ഇനിയിപ്പോൾ അവർ ചെക്ക് കൊണ്ട് ബാങ്കിൽ കൊടുത്തു കാണുകയില്ലായിരിക്കും, എന്താണോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹാളിൽ ജാനകിയും ജലജയും ഒരുങ്ങിയിരിപ്പുണ്ട്. എവിടെ പോകാനുള്ള പരുവത്തിലാണ് ഒരുങ്ങിയിരിക്കുന്നത്. അപ്പം ജലജ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ തീരുമാനം ശരിയാ ജാനകി, ആ കുട്ടിയെ കൊണ്ട് നീ ഒന്ന് പുറത്തൊക്കെ പോകണം. എന്തായാലും അവിടെ ഭർത്താവ് അവളെയും കൊണ്ട് പുറത്തൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയും. അന്നേരത്തേന് അനാമി അങ്ങോട്ട് വരും. മോള് വന്നോ, മോളെ നമുക്കൊന്ന് പുറത്ത് വരെ പോകാമെന്ന് ജാനകി പറയും. അമ്മേ, അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. എൻ്റെ ഭർത്താവ് ഒരിക്കലും എന്നെ പുറത്ത് കൊണ്ടുപോകത്തൊന്നുമില്ല. പിന്നെ ഒരു ഹണിമൂൺ ട്രിപ്പ് പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയും. അതെങ്ങനെയാണ്, അതൊന്നും അവളുമാർ സമ്മതിച്ചു കൊടുക്കുകയില്ല, അതുകൊണ്ടാ എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. നയനയും നവ്യയും ഒരിക്കലും അവരുടെ ഭർത്താക്കന്മാരുമായിട്ട് ഹണിമൂണൊന്നും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് മോളെയും അതിനൊന്നും പോകാൻ അവൾ സമ്മതിക്കത്തില്ല, അവളുമാർ പറയുന്നതല്ലേ അവനും കേൾക്കത്തുള്ളെന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. ആദർശിനെ കാണുന്നുണ്ടെങ്കിൽ ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരും, ജാനകിക്കും ദേഷ്യം വരുന്നുണ്ട്. ഉടനെ ജലജ പറയും, നീ ഭാര്യ വീട്ടിൽ പോയിട്ട് വരുമായിരിക്കുമല്ലേ എന്ന് ചോദിക്കും. അതെ, ഞാൻ ഭാര്യ വീട്ടിൽ പോയിട്ട് വരിക, ആർക്കാ ഇവിടെ അതിന് ബുദ്ധിമുട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരത്തേന് ജാനകി പറയും, നിനക്ക് നാണമില്ലേ ഇങ്ങനെ എപ്പോഴും ഭാര്യ വീട്ടിലോട്ട് ഓടാനെന്ന്. അതിന് ഞാൻ എന്തിനാണ് നാണിക്കുന്നത്, ഞാൻ എൻ്റെ ഭാര്യയെ കാണാനല്ലേ പോകുന്നെന്ന് പറയും. ഇവന് സൗകര്യത്തിന് വേണ്ടിയല്ലേ ഇവന് അടുത്ത് തന്നെ വീടെടുത്ത് കൊടുത്തിരിക്കുന്നതെന്ന് ജലജയും പറയുന്നുണ്ട്. അത് എൻ്റെ ഭാര്യയെ കാണണമെന്ന് എനിക്ക് തോന്നുമ്പോൾ പെട്ടെന്ന് പോയി കാണണം, അതിനുവേണ്ടി തന്നെ ഞാൻ എൻ്റെ ഭാര്യയെ എൻ്റെ വീട് ഏറ്റവും അടുത്ത് തന്നെ എടുത്ത് കൊടുത്തിരിക്കുന്നു പറയും. അതിനെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ എടുത്തു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞേക്കാൻ പറയും. ഉടനെ ജാനകി പറയുന്നുണ്ട്, എടാ, ഈ അനന്തപുരി തറവാട്ടിലെ ഒരു ആണുങ്ങളും ഭാര്യമാരുടെ പുറകെ ഇങ്ങനെ വീട് കയറി നടന്നിട്ടൊന്നുമില്ലെന്ന് പറയും. അതിന് നാണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി നാണമൊക്കെ കുറവാണ്. എൻ്റെ ഭാര്യ വീട്ടിൽ എനിക്ക് എപ്പോൾ ഇഷ്ടമുള്ളപ്പോൾ എൻ്റെ ഭാര്യയെ കാണാൻ പോവും, അതിന് ആർക്കും വിരോധമുണ്ടെങ്കിലും എന്നെ കൊണ്ട് അതൊരു പ്രശ്നമല്ലെന്ന് പറയും. പിന്നെ എൻ്റെ ഭാര്യ എന്നേക്കാൾ ഒരുപാട് ഉയരത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നേരത്തെ ഞാൻ അവളെ ഒരുപാട് ദുഃഖിപ്പിച്ചിട്ടുണ്ട്, അതിനെല്ലാം ഇപ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് അവളിപ്പം ഉയർന്നു, ഞാൻ അവളുടെ കീഴിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവളുടെ കീഴിൽ നിൽക്കുന്നതിന് എനിക്ക് നാണക്കേടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേന് ജാനകിക്കും ജലജയ്ക്കും അനാമികയ്ക്കും ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ട്. ആദർശ് അകത്തേക്ക് പോകാനായിട്ട് തിരിയുന്ന ഉടനെ ജലജ പറയുന്നുണ്ട്, ഇത് ഏതാണ്ട് കൈവശമാണ്, ഇവളുമാർ അവളുടെ അപ്പനും അമ്മയും എല്ലാം കൂടി ആദർശിന് ഏതാണ്ടൊക്കെ കൈവശം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ അവിടെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് അനാമികയും പറയും, ശരിയാ, അവർ എല്ലാവരും കൂടി കൈവശം കൊടുത്തത് തന്നെയാണ് എന്ന് പറയുന്ന ഉടനെ ആദർശ് തിരിച്ചു വരും. എന്നിട്ട് ആദർശ് പറയും, കൈവശം എൻ്റെ ഭാര്യ എൻ്റെ വീട്ടുകാരോട് തന്നിട്ടുണ്ടെങ്കിൽ നീ അവരെവിടെ നിന്നാണ് ഈ കൈവശം മേടിച്ചെന്ന് തിരക്കിയിട്ട് അവിടെ ചെന്ന് കുറച്ച് മേടിച്ചുകൊണ്ട് നിൻ്റെ ഭർത്താവിന് കൊണ്ട് കൊടുക്ക്, അവൻ നിന്നെ സ്നേഹിക്കുമോ ഇല്ലോ എന്നറിയാമല്ലോ എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് അനാമി അങ്ങ് അടി കിട്ടിയ പോലെ. അപ്പോൾ ആദർശ് പറയും, ഒരാൾ സ്നേഹിക്കുന്നത് അയാളുടെ സ്വഭാവം അനുസരിച്ചാണ്, ആ മനസ്സിൻ്റെ വലിപ്പം കൂടെ നോക്കിയിട്ടാണ് എല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അകത്തോട്ട് അങ്ങ് പോകുന്നുണ്ട്. ആദർശ് നേരെ പോകുന്നത് ദേവയാനിയുടെ മുറിയിലേക്കാണ്. അപ്പം ദേവയാനി, മോനെ നീ വന്നായിരുന്നോ, ആ ചെക്ക് നീ അവർക്ക് കൊടുത്തായിരുന്നോ, പക്ഷേ ആ മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ പറയും. അമ്മേ, അവർ ആ ചെക്ക് സ്വീകരിക്കത്തില്ലായിരുന്നു, അവർ ക്യാഷിന് വേണ്ടിയൊന്നും അല്ല പെൺകുട്ടി അവരുടെ വീട്ടുകാരും ഇങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് സ്വീകരിക്കത്തേ ഇല്ലായിരുന്നു എന്ന് പറയും. എന്നിട്ട് നീ കൊടുത്തോന്ന് ചോദിക്കും. അമ്മ നിർബന്ധിച്ച കാരണം ഞാൻ അങ്ങനെ കൊടുത്തേച്ച് പോയി, അതുകൊണ്ട് അവർ ബാങ്കിൽ അത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മെസ്സേജ് വരത്തുള്ളല്ലോ എന്ന് പറയും. എന്നാൽ പിന്നെ നിനക്ക് അവരുടെ അക്കൗണ്ട് നമ്പർ മേടിച്ചുകൊണ്ട് പോരത്തില്ലായിരുന്നോ, നമുക്ക് നമ്മുടെ ബാങ്കിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിക്കാമായിരുന്നല്ലോ എന്ന്. അതൊന്നും നടക്കില്ലമ്മേ, അവർക്കതൊന്നും ഇഷ്ടമല്ല എന്ന് പറയും. എന്നാൽ പിന്നെ ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ എനിക്കൊന്ന് കാണണം, അയാളുടെ കൈ കൊടുത്താൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഹസ്ബൻഡിനും ഇതൊന്നും ഇഷ്ടമല്ല, അയാൾ അങ്ങനെ വരുകയില്ല, പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കില്ലേ, അത് മേടിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് അവരാരും വരത്തുമില്ല എന്ന് പറയുന്നുണ്ട്. ആദർശ് ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചെന്ന് പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയും, എന്തായാലും മോൾക്ക് ക്യാഷ് കൊടുക്കണം, അത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തേക്കാമെന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശൻ, ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തോളാമെന്ന്. അത് വേണ്ട മോനെ, നമ്മൾ മൂർത്തീസ് ഗ്രൂപ്പ് എല്ലാ വർഷവും
ഒരു 10 പെൺകുട്ടികളുടെ എങ്കിലും കല്യാണം നടത്തി കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല കാരുണ്യ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ അല്ലല്ലോ നമ്മളുടെ നയനമോൾ അവരുടെ കുടുംബത്തിനെയും നമ്മൾ സ്വന്തമായതുകൊണ്ട് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഗോവിന്ദനോട് കടയിലൊന്നും പോകണ്ട, റെസ്റ്റ് എടുക്കാൻ പറയണമെന്ന് മുത്തശ്ശി പറയും. നീ ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ ഗോവിന്ദൻ ഇരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല മുത്തശ്ശി പറയുന്ന പോലല്ല, അദ്ദേഹം ഇരിക്കില്ല. അച്ഛനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. മുത്തശ്ശൻ പറയാറുള്ള പോലെ വീട്ടിൽ ചുമ്മാ ഇരുന്ന അസുഖങ്ങളുണ്ടാവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇരിക്കത്തില്ലെന്ന് പറയും. മോനെ, നീ ഇനി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യേണ്ടത് നിൻ്റെ ഭാര്യയാണ്. അച്ഛനെയും അമ്മയും സ്നേഹിക്കരുത്, അവരെ കരുതരുതെന്നൊന്നും അല്ല അതിനർത്ഥം. അമ്മയ്ക്ക് ഇനി അച്ഛനുണ്ട്. അതുപോലെയല്ല, നയനമോളെ ഇനി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും നോക്കേണ്ടതും ചെയ്യേണ്ടത് നീയാണെന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ശരിയാണ് മുത്തശ്ശൻ, ഞാനത് കരുതി വെച്ചിരുന്നത് തന്നെയാണ്. ഞാൻ നേരത്തെ അവളെ സ്നേഹിച്ചിരുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ഇനി അവളെ ഞാൻ സ്നേഹിക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് അങ്ങ് പോകും. അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശി. അനാമിക കാറിൽ പോകുന്ന സമയത്താണ് അനി ഒരു കടയുടെ മുമ്പിൽ നിന്ന് സാധനം മേടിക്കുന്നതാണെന്ന്. അനി കാണുന്ന ഉടനെ അനാമിക പറയും വണ്ടി നിർത്തുമെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ഇറങ്ങി അനിയാണോ എന്നൊക്കെ ഉറപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ജാനകിയെയും ജലജയെയും വിളിച്ചിറക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അത് അനിയല്ലേ എന്ന്. അതെ, അവൻ എന്തോ ആയുർവേദ മരുന്നൊക്കെ മേടിക്കുകയാണല്ലോ എന്ന് പറയും. അത് ശരിയാ, അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയായിരിക്കും മേടിക്കുന്നത്. അവർ ആയുർവേദമൊക്കെ അല്ലേ കഴിക്കുന്നതെന്ന് പറയും. എന്നാലും അവൻ എൻ്റെ കൂടെ പുറത്ത് പോകാനൊന്നും സമയമില്ല, കണ്ടില്ലേ അവൻ പുറത്തൊക്കെ ഇറങ്ങി സാധനമൊക്കെ മേടിച്ച് നടക്കുന്നത് എന്ന് പറയും. എന്നാൽ നമുക്ക് പോകാമെന്ന് ജാനകി പറയും. അനാമിക പറയുന്നുണ്ട്, പറ്റത്തില്ല, ഇവൻ എവിടെയാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് പുറകെ പോകണമെന്ന്. അത് വേണ്ട മോളെ, അവൻ എവിടെയെങ്കിലും പോകുമായിരിക്കും എന്നൊക്കെ പറയും. അത് പോരാ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്, അത് മാറ്റാൻ വേണ്ടി നമുക്ക് എന്തായാലും പുറകെ പോകാമെന്ന് പറയും. അപ്പം ജലജയും പറയുന്നുണ്ട്, മോക്ക് ഇത്ര സംശയമുള്ള സ്ഥിതിക്ക് നമുക്ക് എന്തായാലും പുറകെ പോകാം ജാനകി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ഇവൻ്റെ പുറകെ പോകാനായിട്ട് വണ്ടി വിടുന്നുണ്ട്. അനി ചെല്ലുമ്പോഴത്തേനും നന്ദുവാണ് സിറ്റൗട്ടിലിരിക്കുന്നത്. അനി കൊണ്ടുവന്ന മരുന്നെല്ലാം നന്ദുവിനെ ഏൽപ്പിച്ചിട്ട് പറയും, ഏട്ടൻ പറഞ്ഞായിരുന്നു ഏട്ടത്തിക്ക് കുറച്ച് ആയുർവേദ മരുന്നൊക്കെ മേടിക്കണമെന്ന്, അത് ഞാൻ അങ്ങ് മേടിച്ചു വന്നിട്ട് കൊണ്ടുവന്നതാന്ന് പറയും. അന്നേരം അമ്മയും അച്ഛനും ഇവിടെ ഇല്ല എന്ന് നന്ദു പറയും. എന്നാൽ ഏട്ടത്തി ഉണ്ടല്ലോ എന്ന് പറയും. എന്നാൽ ഏട്ടത്തിയെ കാണാമെന്ന് പറഞ്ഞ് ഏട്ടത്തിന്ന് പറഞ്ഞ് അകത്തോട്ട് ചെല്ലുമ്പോഴത്തേനും നയന ഇങ്ങനെ നടന്നൊക്കെ വരുന്നുണ്ട്. അന്നേരം നയനയ്ക്ക് അനീനെ കാണുമ്പോൾ ഒരു ഇഷ്ടക്കേടൊക്കെ തോന്നും. എന്നു വെച്ചാൽ നന്ദുവിനെ എപ്പോഴും കാണാൻ അങ്ങോട്ട് വരുന്നു എന്നുള്ളൊരിത്. എന്നിട്ട് അനിയെ നോക്കി നയന പറയുന്നുണ്ട്, നീ ഇങ്ങനെ എപ്പോഴും ഇങ്ങോട്ട് വരരുത്, മറ്റുള്ളവരെ കൊണ്ട് അതും ഇതൊക്കെ പറയിപ്പിക്കണ്ട എന്നൊക്കെ പറയും. നീ വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് വീട്ടിലുണ്ടല്ലോ, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയും. എന്നാൽ ഞാനൊരു ചായ പോലും കുടിക്കാൻ നിൽക്കുന്നില്ല, പോയേക്കുക എന്ന് പറയും. എന്തായാലും വന്നതല്ലേ, നീ ഇവിടെ നിൽക്ക്, ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയും. അപ്പം നന്ദു പറയും, എന്നാൽ ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അകത്തോട്ട് പോകാൻ തുടങ്ങുന്ന ഉടനെയാണ് അനാമികയൊക്കെ വന്ന കാറ് വന്ന് നിൽക്കുന്നത്. ഇത് വീട്ടിലെ കാറാണല്ലോ എന്ന് അനി പറയും. ആകെ പ്രശ്നമായല്ലോ അനി എന്ന് നയന പേടിച്ചു പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കാറിൽ നിന്ന് ജലജയും ജാനകിയും അനാമികയും കൂടെ ഇറങ്ങും. അത് കാണുമ്പോഴത്തേന് ഇവർ 3 പേരും ഞെട്ടുന്നുണ്ട്. അനിയുടെ വണ്ടി അവിടെ ഇരിക്കുന്ന കാണുമ്പോഴേ അനാമിക പറയും, കണ്ടോ അമ്മേ, അവൻ്റെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ടോ, അവൻ വേറെ ആരെയും കാണാനും ഒന്നും വന്നതല്ല, അവളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്, അവൻ്റെ ഏട്ടത്തിയെ അവളുടെ അനിയത്തിയെയും കാണാനായിട്ടാണ് വന്നേ എന്ന് പറയുമ്പോൾ ജലജ പറയും, അവൻ ആയുർവേദ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് അവളുടെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് ചൂട് പിടിപ്പിക്കും. ജാനകി അത് കേൾക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി തന്നെ അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പുറകെ വരുന്ന ജലജ ഓർക്കുന്നുണ്ട്, എന്തായാലും ഇവരുടെ കൂടെ വന്നത് നന്നായി, അതുകൊണ്ട് ഇന്നത്തേക്കുള്ള സന്തോഷത്തിനുള്ള വക ഇവിടുന്ന് കിട്ടിക്കോളും എന്ന് പറഞ്ഞ് ജാനകിയുടെ പുറകെ ജലജയും കയറി ചെല്ലും. അന്നേരം ജാനകി അനിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ ഇവിടെ വന്നേ, നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുതെന്ന് പറയും. ഉടനെ അനി പറയും, അത് ഏട്ടത്തിക്ക് ഒരു പനിയെ, അപ്പോൾ അതിനുവേണ്ടി മരുന്ന് മേടിച്ച് കൊടുക്കാൻ വന്നതാന്ന് പറയും. നീയാണോ അതൊക്കെ നോക്കുന്നത്, നിനക്ക് ഒരു ഭാര്യയുണ്ടല്ലോ, നീ അവിടെ കാര്യം നോക്കിയാൽ പോരെ, ഇവളുടെ കാര്യമൊക്കെ ഇവിടെ ഭർത്താവ് നോക്കിക്കോളൂ എന്ന് പറയും. അത് ഇവള് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും അമ്മയെന്ന് അനാമിക ഉടനെ പറയുന്നുണ്ട്. നയന ഇവരെ വിളിച്ച് വരുത്തിയിട്ട് മാറിക്കൊടുക്കും, ഇവർക്ക് 2 പേർക്കും കൂടെ കാണാൻ വേണ്ടിയും സംസാരിക്കാൻ വേണ്ടിയും എന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങ് കലി തുള്ളുകയാണ്. എന്നിട്ട് നയനയുടെ നേരെ ചോദിക്കും, നിന്തിയിടി നിൻ്റെ ആ അച്ഛനും അമ്മയും ആ കിളവനും കിളവി എവിടെ പോയി, അതോ ഇങ്ങോട്ടും നിങ്ങളെ 2 പേരെയും മാറ്റി നിർത്തിയിട്ട് പോയതാണോ എന്നൊക്കെ ചോദിക്കും. നീ ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. നിൻ്റെ കാമുകന്മാർ വല്ലതൊക്കെ ഈ നാട്ടിലൊക്കെ കാണും, അവരെയൊക്കെ കാണാൻ വേണ്ടി അഴിഞ്ഞാടി നടക്കാൻ വേണ്ടിയല്ലേടി നീ ഇവിടെ വന്ന് നിൽക്കുന്നത്, അതിന് ഒത്താശ ചെയ്യല്ലേ നിൻ്റെ അപ്പനും അമ്മയും എന്നൊക്കെ ചോദിക്കും.
ചോദിക്കുന്നുണ്ട്. അപ്പം നയന പറയും, എന്നെ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും പറയരുത്, അത് ഒത്തിരി നേരം ഒന്നും കേട്ടോണ്ട് ഞാൻ നിന്നൊന്നും വരത്തില്ലെന്ന്. ഉടനെ ജാനകി പറയും, മോള് പറഞ്ഞതിൽ എന്തടി തെറ്റ്? മോള് പറയുന്നത് ശരി, നീ ഈ അനിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത് തന്നെ നിൻ്റെ അനിയത്തിയെ അങ്ങോട്ട് കെട്ടി എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, അമ്മ മിണ്ടാതിരിക്കുക, ആവശ്യമില്ലാത്ത വർത്തമാനമൊന്നും പറയരുതെന്ന്. നയന ദേഷ്യപ്പെടുന്ന കാണുമ്പോഴത്തേന് അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വരും. ഉടനെ അനാമിക ചെന്നിട്ട്, നീ ഒരു വർത്തമാനം ഇനി എന്നോട് പറയണ്ടടി എന്നൊക്കെ പറഞ്ഞ് നയനെ പിടിച്ചു തള്ളും. ഉടനെ നയന അങ്ങ് താഴെ വീഴുന്നുണ്ട്. അനിയും ഞെട്ടും നന്ദുവും ഞെട്ടത്തുണ്ട്. നന്ദു ഓടിച്ചെന്ന്, ചേച്ചി എന്തെങ്കിലും പറ്റിയോ ചേച്ചി എന്ന് പറഞ്ഞ് പൊക്കി ഒക്കെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരും. അന്നേരം നയനയ്ക്ക് നന്നായിട്ട് വേദനയൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നയന പറയും, ഇല്ല കുഴപ്പമൊന്നും ഇല്ലയെന്ന്. നീ എന്താ ഈ കാണിച്ചെന്ന് ചോദിച്ച് അനി അനാമിയെ വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ ജലജയ്ക്കും ജാനകിക്കും ഒന്നും ഒരു കുലുക്കം തോന്നുന്നില്ല. അന്നേരം നന്ദു നയനെ പിടിച്ച് നേരെയൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അനാമികയ്ക്കിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അനാമിക അങ്ങോട്ട് പാഞ്ഞു ചെന്നിട്ട് ചോദിക്കും, നീ എന്താടി എന്നെ സൂക്ഷിച്ച് നോക്കുന്നേ, നിനക്ക് എന്നെ തല്ലണമെന്നുണ്ടോയെന്ന്. അത് കേൾക്കുന്നതല്ല, അനാമികയുടെ ചെവിക്കല്ല് തീർത്ത് നന്ദു ഒറ്റ അടി അടിക്കുന്നുണ്ട്. ആ അടി കണ്ട് നയനയും ഞെട്ടും അനിയും ഞെട്ടും ജലജയും ജാനകിയും ഞെട്ടുന്നുണ്ട്. ആവശ്യത്തിന് കിട്ടിയിട്ട് അടി കൊണ്ട മുഖം ഇങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.